ഇന്നത്തെ പരിപാടി ഒരു കിടിലം ബീഫ് ദമ്മ ബിരിയാണി കഴിക്കുന്നതാണ്. കിടിലം എന്ന് പറഞ്ഞാൽ കിടിജാതി കിടിലം. ഈ ബിരിയാണി എവിടെ നിന്ന് വെച്ചാൽ ചെറുപ്പശ്ശേരി അല്ലമീൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, സലാമാപ്പള്ളിയുടെയൊക്കെ അവിടുന്ന് മേടിച്ചാണ്. തുറന്നപ്പം തന്നെ ഒരു മണമുണ്ട്. എൻ്റെ പൊന്നേ, ദമ്മണ് പൊട്ടിച്ച മണം. ഇത് നമ്മളതിനെ കച്ചമ്പർ ഇത് ഇവിടെ ഉണ്ടാക്കിയ മണം. അങ്ങനെ കഴിക്കാനുള്ള പ്ലാനാണ്. നല്ല വിശപ്പ്. അപ്പോൾ ബിരിയാണിയൊക്കെ സെറ്റാക്കി ടേബിളിൽ കൊടുത്തു വെച്ചു. ഇനി പ്ലേറ്റ് ഓരോന്നിങ്ങനെ സെറ്റാക്കട്ടെ. എനിക്ക് ഭയങ്കര കളിയാണ്. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കൈയൊക്കെ കഴുകിയിട്ട് നേരെ ബിരിയാണി പ്ലേറ്റിലേക്കാണ് വിളമ്പിയിട്ട് കുറച്ച് കച്ചമ്പറും അച്ചാറ്, മിക്സഡ് അച്ചാറ്, കിടിജാതി. അങ്ങനെ കുറച്ച് റൈസും കുറച്ച് കൂടുതൽ ബീഫൊക്കെ എടുത്തിട്ട് പരിപാടി തുടങ്ങട്ടെ. അങ്ങനെ പപ്പടം കുറച്ച് നേരം വഴിക്ക് വന്നു. ബിരിയാണി, പപ്പടം, കച്ചമ്പർ ഒരു കൂട്ടിയൊരു പിടുത്തം. അങ്ങനെ തന്നെ തുടങ്ങാൻ നമുക്ക്. പപ്പടം പടപടാണ് പൊട്ടിച്ചിട്ട് കണ്ടോ, എന്താ ആ ബീഫ് കണ്ടോ. ബിരിയാണിയിലെ ബീഫ് ഇങ്ങനെ വേണം കേട്ടോ. ഇതിന് കച്ചമ്പറ കൂട്ടിയിട്ടൊരു പിടി. പിന്നെ എന്നുണ്ട് എന്തത് എങ്ങനെയുണ്ട് പറയാ. ഈ സലാഡ് എടുക്കാൻ മറന്നു. ഇത് അവരെ അല്ലമീലത്തെ സലാഡാണ്. ആ ബിരിയാണിയുടെ കൂടെ വന്നതാണ്. അതും കുട്ടിയൊന്നും കഴിച്ചു കേട്ടോ. അത് അടിപൊളി സലാഡ് കേട്ടോ. പിന്നെ പായസം. അങ്ങനെ ബിരിയാണി കഴിക്കുന്നതിൻ്റെ ഒരു പായസം കുടിച്ചാൽ തീരും. അടുത്തത് ഈവനിങ്ങിലെ പരിപാടിയാണ്. ഈവനിങ്ങിലെ പരിപാടി എന്ന് വെച്ചാൽ ഒരു പ്ലേറ്റ് എടുത്തതിൽ കുറച്ച് പായസം ഇങ്ങനെ ഇളക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ച് പിന്നെ ഒരു പടക്കണ പപ്പടം എടുക്കുക. പപ്പടം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് പിന്നെ ഉള്ളത് ഒരു പഴുത്ത പഴം എടുത്തിട്ടേ അതിൻ്റെ മുകളിലാണ് വെച്ചിട്ട് ഇങ്ങനെയാണ് വെക്കണം. അതിന് നേരെ പപ്പടത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് പ്ലേറ്റ് കുറച്ച് നീക്കി വെച്ചിട്ട് ഇങ്ങനെ പടപടാണ് പിടിക്കണം. എന്നിട്ട് കണ്ടോ ഇതുപോലെയാണ് കഴിക്കണം കേട്ടോ. എന്താ ടേസ്റ്റ്. ഇങ്ങനെ കല്യാണത്തിന് ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല. 4 പേർ ആൾക്കാരാവും. അവിടുന്ന് കഴിച്ചാലോ താടി മീശമിക്കണായിട്ട് അങ്ങനെ കഴിക്കാനേ പറ്റില്ല. ഇതൊന്നും വീട്ടിലാവണ്ടേ ഒരു പ്രശ്നമല്ല. വീണ്ടും ഇതിൻ്റെ ടേസ്റ്റാണ്. വീണ്ടും എടുത്തിട്ട് അതേ പിടി തന്നെ പഴം, പപ്പടം, പായസം കൂട്ടിയിട്ട് വീണ്ടും അതേ പിടി. ഗംഭീര സാധനം കേട്ടോ.